പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. വേണ്ടപ്പാ ഇവനല്ല നീ കളിക്കുന്നേ, സർക്കസ് ആണെന്നും കളിക്കുന്നത്. ഗൈസ്, നമ്മുടെ കണ്ണൂരുകാരിൽ ഒരു 80% ആൾക്കാരും മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗാണ് നീ എന്താടാ സർക്കസ് കളിക്കുന്നതെന്ന്. അതിലുപരിയായിട്ട് കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞു കയറലുണ്ട്. ആ സമയത്ത് അമ്മമാർ അവരോട് ചോദിക്കാറുണ്ട്, നീ എന്താടാ സർക്കസ് കളിക്കുന്നത്, നിനക്ക് തറയിൽ നിൽക്കാൻ പാടില്ലേന്ന്. ഈ പറയുന്നത് ഒന്നുമല്ല റിയൽ ആയിട്ടുള്ള സർക്കസ് എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കിന്ന് റിയൽ ആയിട്ടുള്ള സർക്കസ് കാണാൻ വേണ്ടി പോയാലോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഏടിയാന്നപ്പാന്ന്. വേറെ ഏടിയല്ലപ്പാ, നമ്മളെ കണ്ണൂരാന്ന്. അല്ല ഇവരെ, ഇനി ആരെങ്കിലും ഈ സർക്കസ് കാണാൻ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം വന്നോട്ടാ, ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എൻ്റെ കൂടെയുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കില്ലല്ലോ. അതുപോലെ നിങ്ങളെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൻറ്റിമാരും അമ്മമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, പാവപ്പെട്ടവർ, അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവരും കൂടെ കാണട്ടെ സർക്കസൊക്കെ. ഇപ്പം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാലോ. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം കേട്ടോ. എന്നാൽ നമുക്ക് വിട്ടാലോ? നമ്മളിതാ അങ്ങനെ ഒരു KSRTC ബസ്സിൻ്റെ ബാക്കിൽ അങ്ങ് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഞാനും ഹസ്ബൻഡും അമ്മയും ധൻഷും കൂടിയിട്ടാണ് ഇന്ന് പോകുന്നത്. നമുക്കറിയില്ല തിരക്കുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഇതാ ഗ്രൗണ്ടിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ അത്യാവശ്യം ഒരു തിരക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഉള്ളിൽ കയറിയിട്ട് എന്നാന്ന് നോക്കാം. അങ്ങനെ നമ്മളിതാ വണ്ടി ഗ്രൗണ്ടിലൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനി വണ്ടീനെ സേഫാക്കി നമുക്ക് പാർക്ക് ചെയ്യണമല്ലോ. അതിനുവേണ്ടി ഇതാ മഞ്ഞ കുപ്പായിട്ട് ആളിപ്പോൾ ഓടി വരും നമുക്ക് ടിക്കറ്റുമായിട്ട്. 50 രൂപയാണ് കേട്ടോ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇതാ 50 അപ്പോൾ അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ കയറാൻ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം കുറേ ആയല്ലോ സർക്കസ് കാണാനൊക്കെ വന്നിട്ട്. അപ്പോൾ ധൻഷു ബേബി ഇത് ഫസ്റ്റ് ടൈമാണ് സർക്കസ് കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു ഇതും കൂടെ എനിക്കുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ടേ? അതിന് വേണ്ടി നമ്മളിതാ ടിക്കറ്റ് എടുക്കുന്നവർക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അബവ് 3 years ഓൾഡിന് ഫുൾ ടിക്കറ്റാണ് എന്നുള്ളത്. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ധൻഷു ബേബിക്ക് 3 വയസ്സ് കഴിഞ്ഞു എന്ന് എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ വെറും 3 ടിക്കറ്റ് എടുത്തതാ ഉള്ളിൽ കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് എനിക്ക് പറയുകയാണെങ്കിൽ അത്ര വലിയൊരു ഇഷ്ടമായിട്ട് തോന്നിയില്ല, അത്ര ഒരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും. അപ്പോൾ അതൊന്നല്ലല്ലോ, പ്രവൃത്തിയിലല്ലേ കാര്യം. ഇനി ഇവരെ പ്രകടനം കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ളത്, അടിപൊളിയാണോ അല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് പിന്നെയല്ലേ പറയണ്ടേ. അപ്പോൾ ഇത് അവരിങ്ങനെ കുറേ ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ കുറേ ഗേൾസും ഇതുപോലെ നല്ല സുന്ദരികളായിട്ടുള്ള ഗേൾസാണ് കേട്ടോ ഫുൾ ഇതുപോലെ നടന്നു വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇവർ നല്ല നല്ല മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ മ്യൂട്ടാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ധൻഷു ബേബി ഇതാ ഉറക്കത്തിൻ്റെ ഒരു മട്ടിലൊക്കെയാണ് ആളിരിക്കുന്നത്. അപ്പം ഇതാ ഫസ്റ്റ് തന്നെ എൻട്രി ചെയ്യുന്നത് ഇതുപോലെ ഒരു ലോങ് ആയിട്ടുള്ള ഒരാളാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവരുടെ കുറച്ച് ജോക്കേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സ്ഥലത്തും ഞാനിതുപോലെ വോയിസ് കൊടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാം കേട്ടോ. ഇതുപോലെ കണ്ണൂർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മളിതുപോലെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ നാട്ടുകാരെയും കൂടെ കാണാനിടയാവും അല്ലേ. അങ്ങനത്തെ നമ്മുടെ നാട്ടിലുള്ള 2 ആൾക്കാരാണ് കേട്ടോ. അവരൊരു ഫാമിലി ഇതാ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് അവരുടെ മുഖത്ത്.
അപ്പോൾ ഇത് ഐസ്ക്രീമൊക്കെ കൊണ്ട് ഒരു ചേട്ടൻ അതുവഴി നടപ്പുണ്ട്. ദൻഷു ബേബി സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അവൻ ഈ കോൾഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീം ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല. Baby, take a chance. This kind of girl needs romance. Baby, take a chance. Saddle up and dance. Baby, take a chance. This kind of girl needs romance. Baby, take a chance. Saddle up and dance. Baby, take a chance. This kind of girl needs romance. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കാണാനായിട്ട്. ഇവരുടെ പ്രകടനം കാണുമ്പം അതിനെ നല്ല രീതിക്ക് സപ്പോർട്ടും ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാരൊക്കെ. അപ്പോൾ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ.
ഗൈസ് പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. വെൽ പ്ലേഡ് ബൈ ഓൾ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അവരുടെ ആ ഒരു ബാലൻസിങ് എടുത്ത് പറയേണ്ടത് ഒന്ന് തന്നെയാണ്. അത്രയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. പിന്നെ ഇത്രയും ഹൈറ്റിലൊക്കെ ഊഞ്ഞാലിലൊക്കെ എന്താ പറയുക 2 കൈയും വിട്ട് നമുക്കൊക്കെ എന്താ പറയുക ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണല്ലോ അതൊക്കെ. അപ്പോൾ അതിനൊക്കെ അവരെടുത്ത് ആ ഒരു എഫേർട്ട് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നമ്മൾ എന്താ പറയുക നമിച്ചേ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു ഐറ്റമാണ് കേട്ടോ ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി ഒരു ഷോ അവസാനിക്കുകയാണ് കേട്ടോ. 2 മണിക്കൂറോളം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 മണിക്കൂർ ഇരുന്നെങ്കിൽ നമുക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചായ മതി എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട് ഒരു തട്ടുകട കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള പാർസലും ഇവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഹസ്ബൻഡ് സ്വാമിയാണ്, അതുകൊണ്ട് വെജ് ഐറ്റംസ് വാങ്ങി അതുപോലെ നമുക്ക് വേണ്ടതും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് നമ്മുടെ നാടിനടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് തട്ടുകടയാണ്. എല്ലാം അടിപൊളി തട്ടുകടാസമാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ വീട്ടിലെത്തി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഞാൻ പൊറോട്ടയും അതുപോലെ ചില്ലിയും പിന്നെ ഇതാ പനീറുമാണ് അതിൻ്റെ കൂടെ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് അതൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും